ഈ ഒരു വീഡിയോ ഇവരുടെ സബ്സ്ക്രിപ്ഷനകത്തുനിന്ന് ഇപ്പം ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ്, സബ് ചെയ്ത ഒരാൾ. ഇത് ഞാനിവിടെ ഗൗരവമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് കാനഡയിൽ നിന്ന് ഒരു വോയിസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരാൾ പറഞ്ഞൊരു കാര്യം, ഇതിപ്പം നമ്മുടെ മലയാള ഇൻഡസ്ട്രി ഫിലിമിൽ പോലും ഇപ്പോൾ പ്രശ്നമായിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ രേണുസുതി സബ്ജക്റ്റ് ആണെങ്കിലും ഈ അലൻ ജോസ് പെരേരയുടെ ഒക്കെ കുറെ ഈ അടുത്ത സമയത്ത് ഇവർ കുറച്ച് ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ വെച്ച് പുറം രാജ്യക്കാർ നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന വിവരം ഇപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞപ്പോഴാണ് ഞാനങ്ങ് ഷോക്കായി പോയത്. ഓരോ വ്യക്തികൾ നമ്മുടെ മലയാളത്തിലെ മൂവീസുകളെല്ലാം ഈ അടുത്ത സമയത്ത് ഇവരുടെ ഒരു ആൽബം ഇറങ്ങിയായിരുന്നല്ലോ. അതിനകത്ത് ഒരു ഐറ്റം ഡാൻസ് അലൻ ജോസ് പെരേരയുടെയും ഈ പറഞ്ഞ ജാസിയുടെയും പിന്നെ പമ്പ ചേച്ചിയോ അതൊക്കെ കണ്ടിട്ട് ഇതൊക്കെയാണ് മലയാളം മൂവീസ് എന്നാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നതും ട്രോള് ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ അയച്ചു കൊടുത്തിട്ടാണ് നമ്മൾ മലയാളികളെ ഇതാക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു തോന്നിവാസങ്ങൾ പുറത്ത് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഈ മലയാളം സീരിയസ്ലി പറയാലോ, ഈ മൂവീസൊക്കെ ആഴ്ച ഒരിക്കലും ഇറങ്ങുന്ന കാര്യങ്ങൾ, ഇവറ്റകളെയൊക്കെ ഈ അപരാധങ്ങൾ ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ആൾക്കാർ വിചാരിക്കൂ. ആ വോയിസ് ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഹൈപ്പും കൂടെ കൊടുത്തേക്കുക, പരമാവധി ആൾക്കാർ കമൻറ്റ് ഇടുക. ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. ഇത് ഗൗരവമായിട്ടുള്ളൊരു കാര്യം. ഈ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പരമാവധി ഷെയർ ചെയ്തേക്കുക. ഇത് ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു വിവരം നിങ്ങൾ കേൾക്കണം. ആ പെൺകൊച്ച് പറയുന്ന വോയിസ് കേൾക്കണം. അതിനു മുമ്പ് ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ എല്ലാവരും ഒന്ന് കാണുക. രേണുസുതി ഫാൻസുകാർ ഇത് കാണുവാണെങ്കിൽ ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിലെ, ഞാൻ സ്ഥിരം പറയുന്നൊരു ഡയലോഗ്, നിങ്ങളുടെ വീട്ടിലെ ഭർത്താക്കന്മാരെ കൊണ്ട് ഇതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. രേണു സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിമാർ, നിങ്ങളും ചേച്ചിമാരും കൂടെ പോയി കാണുക. കാരണം അവൾ അതിനകത്ത് എന്തുവാ കാണിക്കുന്നതെന്ന് നിങ്ങൾ പോയി കാണുക. എന്നിട്ട് ഈ സുധിച്ചേട്ടന് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുന്ന കുറെ അവൾമാരുണ്ടല്ലോ, അവൾ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അതൊക്കെ പോയി ഒന്ന് കാണുക. പിന്നെ ഈ ഒരു വോയിസും കൂടെ നീയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് നാട്ടുകാർ പുറം രാജ്യക്കാർ സംസാരിക്കുന്നതിനെ കുറിച്ചും വ്യക്തമാവും. ഈ ഒരു വീഡിയോ എല്ലാവരും കാണുക. ഞാനിത് ബ്ലർ ചെയ്തിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. അവൾ കാണിക്കുന്ന തോന്നിവാസം എന്താണെന്ന് അതിനകത്ത് പോയി കാണിച്ചാൽ കുറച്ചും കൂടെ വ്യക്തമാവും. ഈ ഒരു നാണവും മാനവും ഇല്ലാത്ത സ്ത്രീ. ഞാൻ അഹാന കൃഷ്ണയുടെ ഒരു വീഡിയോ വെച്ച് തന്നല്ലോ, ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നത്, അതേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ. ഇവിടെ അതിനകത്ത് കാണിക്കുന്നത് എന്തുവാ? നിങ്ങൾക്ക് ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടല്ലോ എന്ന് പറയും. നിങ്ങൾ വിചാരിക്കും ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, പിന്നെ നീയൊക്കെ എന്തിനാ രേണുവിനെ പിടിക്കുന്നത്? കാരണമുണ്ട്. ഇവിടെ സുതി എന്നും പറഞ്ഞിട്ട് ഞാൻ വേറൊരുത്തൻ്റെ കൂടെ പോകത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കള്ളങ്ങൾ, എന്തൊക്കെ രീതിയിലാണ് ഇവിടെ കുടുംബവും കാണിക്കും. ഇവിടെ അച്ഛൻ ഇതൊന്നും കുഴപ്പമില്ലെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. നമ്മുടെ പേര് കൊണ്ട് കേസ് കൊടുക്കുന്ന, ആൾക്കാരെ അടുപ്പിക്കാൻ ഏൽപ്പിക്കുന്ന, കുറ്റങ്ങൾ ചെയ്യിപ്പിക്കാനൊക്കെ, അതും ഓരോ വ്യക്തികളെ വിളിച്ച് മോശമായിട്ടുള്ള രീതി ഞങ്ങളെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇവിടെ കാണിക്കുന്നത് എന്താ? ഓക്കെ, ഇനി വേറൊരു വീഡിയോ ഞാൻ വെച്ചുതരാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. പ്രശ്നമൊന്നുമല്ല, ആൽബം ചെയ്തോട്ടെ. ഈ ആൽബം കണ്ടില്ലേ? ഈ ആൽബം ഈ പറയുന്ന പമ്പ, അലൻ ജോസ് പെരേര, രേണുസുതി, പിന്നെ മറ്റവന്റെ പേര് പ്രജീഷ്. പ്രജീഷ്, നിനക്ക് പോലും ഒരു സാമാന്യ ബോധവും ഇല്ലേ? നിനക്ക് ഇത് കണ്ടാൽ നിനക്ക് മനസ്സിലാവത്തില്ലേ? പ്രജീഷേ, ആ ക്യാമറ ക്വാളിറ്റി, ഇത് ഭോജ്പുരി ഹിന്ദി കുറെ അറിയാലോ, ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അവിടുത്തെ ഐറ്റം ഡാൻസ് പോലെ ഇത് ഫീൽ ചെയ്യുന്നത്. അവിടുത്തെ ഐറ്റം ഡാൻസ് ഒക്കെ എങ്ങനെയാ മൂവിയിൽ അതേപോലെ എടുത്ത് വെച്ചിരിക്കുന്ന പോലെ ഇത് കാണാൻ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? ഇതൊക്കെ അതുപോലെ ഫീൽ ചെയ്യുന്നേ. ഇതിപ്പം ഞാനിത് ശ്രദ്ധിച്ച ആ ഒരു വ്യക്തിയുടെ വോയിസ് കേട്ടപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത്. എനിക്കത് പേഴ്സണലി അയച്ചത്. എന്റെ ചങ്ക് കത്തിപ്പോയി സത്യം പറഞ്ഞത് കേട്ടപ്പോൾ. ഞാൻ ആ വോയിസ് ഒക്കെ നിങ്ങൾക്ക് വെച്ചുതരാം, ലാഗ് അടിപ്പിക്കുന്നില്ല. എൻ്റെ അമ്മേ, ഞാൻ അങ്ങോട്ട് പോവാം, അതാ നല്ലത്. നിങ്ങൾക്ക് വെറുതെ ബോറടിക്കും ഇതൊക്കെ കേട്ടോണ്ടിരുന്നതല്ല. ആ വോയിസ് മൊത്തം ഇരുന്നൊന്ന് കേൾക്കണേ. ചേട്ടാ നമ്മളൊന്നും ഇപ്പൊ നമ്മളൊക്കെ ചേട്ടാ നമ്മളൊക്കെ ഓർക്കണ എന്താ, പുറത്തുള്ളവർക്കൊന്നും നമ്മുടെ നാട്ടിലെ ഈ വക അഭ്യാസങ്ങളൊന്നും അവരൊന്നും കാണത്തില്ല. അവരവരുടെ നമ്മളങ്ങനെയല്ലേ ചിന്തിക്കണേ. പക്ഷെ ഈ പല ഏഷ്യൻകാർക്കും ഇപ്പൊ ഈ പുറത്തുള്ള ആളുകൾക്കും ഇവർക്ക് നമ്മുടെ രാജ്യത്തെ കളിയാക്കാൻ വേണ്ടി തന്നെ സ്പെഷ്യല് പല ഗ്രൂപ്പുകളും ഉണ്ട്. അതായത് ഇപ്പം റീൽസ് തന്നെ അതിനകത്ത് മുഴുവൻ ചിലപ്പോ വരുന്നത് ഇന്ത്യയിലെ നടക്കുന്ന കോമാളിത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ പല കൈൻഡ് ഓഫ് വീഡിയോസും ഇല്ലേ, ഇത് കൂട്ട് കുറെ ഈ അലവരാതികളുടെ വീഡിയോസ് ഒക്കെ അതിനകത്ത് വരും. എന്നിട്ട് ഇത് കണ്ടിട്ട് ഇവരെനിക്ക് അയച്ചു തരും. എന്നിട്ട് ഇവര് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ നാട് ഇങ്ങനെയൊക്കെയാണോ? അതായത് നമ്മുടെ നാട്ടിലുള്ള എല്ലാരും ഇങ്ങനെയാണ്. അതായത് ഇപ്പൊ
കേട്ടല്ലോ, പുറത്ത് ഒരു മലയാളി പെൺകുട്ടി ജോലി ചെയ്യുകയാണ്. ആ പെൺകുട്ടി എടുത്ത് പുറം രാജ്യക്കാർ അയച്ചു കൊടുത്തിട്ട് നമ്മുടെ നാട്ടുകാർ ഇങ്ങനെയാണെന്നുള്ള രീതിയിലാണ് ഈ വീഡിയോസ് ഒക്കെ ഇട്ട് കളിയാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രമാത്രം നാണക്കേടാണെന്ന്. എത്രമാത്രം നാണക്കേടായിരിക്കും പ്രത്യേകിച്ച് കേരളക്കാർക്ക്. ഇവിടെ അറിയാലോ, കേരളക്കാരുടെ മൂവീസ് കാണാൻ ഇപ്പൊ പാൻ ഇന്ത്യയിൽ മൊത്തം എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് മലയാളീസിന് നല്ല സ്റ്റോറിയാണ്. ദൃശ്യം പോലുള്ള പടങ്ങളാണെങ്കിലും സ്റ്റോറീസിന് നമ്മളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ ഒരു സ്ഥലത്താണ് ഇവനെ പോലുള്ള അവർ ടീംസിനൊക്കെ സപ്പോർട്ട് ചെയ്തുണ്ടായ പ്രശ്നങ്ങൾ. ഇപ്പൊ ആ പെൺകുട്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ പോലും ആലോചിച്ചു പോയി, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നടപ്പുണ്ടോ എന്നുള്ള രീതിയിലാണ്. ഇതൊന്നും ഒരു മനുഷ്യരും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ബാക്കി കൂടെ കേക്ക്. നമുക്കറിയാം ഇവറ്റകൾ ഈ ചുമ്മാ റീച്ച് കിട്ടാനായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ കോമാളിത്തരത്തിന് വേണ്ടി കാണിക്കണതാണ്. പക്ഷെ അവര് ചിന്തിക്കണ എന്താണെന്നറിയോ, ഇതാണ് നമ്മുടെ രാജ്യം, ഇങ്ങനെയാണ് ഇവിടെ. കേട്ടല്ലോ, നമ്മുടെ രാജ്യം ഇതുപോലാന്നാ വിചാരിച്ചിരിക്കുന്നത്. കഷ്ടം. ഈ ഭോജ്പുരി ടീംസിന്റെ അതേ ശൈലിയാണ് ഓരോന്ന് കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്. ഉള്ള സിനിമകളും കാര്യങ്ങളും ഒക്കെ, അതായത് നമ്മളൊക്കെ ഈ ഭോജ്പൂരി മൂവീസോ അങ്ങനെ ബംഗാളി സിനിമകളൊക്കെ ഇല്ലേ, അപ്പൊ നമ്മളത് കണ്ട് കുറ്റം പറയത്തില്ലേ, അതുപോലെയാണ് അവർ ഇത് കണ്ടിട്ട് നമ്മളെ പറയണത്. നമ്മുടെ നാട് ഇങ്ങനെയാണ്, ഇവിടെ ഉള്ള ആളുകളെല്ലാം ഇങ്ങനെയാണ്, ഇതാണ് ഇവിടുത്തെ സംഭവം. എന്നിട്ട് ഇവര് നമുക്ക് ഫോർവേഡ് ആക്കി തരും ഇതൊക്കെ. എന്നിട്ട് അവര് തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്മൈലി ഇട്ട് കളിയാക്കി ചിരിക്കണ പോലെ എനിക്ക് വിട്ടിട്ട് തരുന്നത്. ഞാന് സത്യം പറഞ്ഞില്ലേ, പണ്ട് ഞാൻ ഈ നാട്ടില്, അതായത് ഇവിടെ പുറത്ത്, ഇപ്പൊ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഈ പെണ്ണുമ്പുള്ളൊക്കെ കാണിക്കണത് എന്തു വേണേ ഇപ്പൊ അവരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ, ഇപ്പൊ നമുക്കെന്താ എന്നുള്ള രീതിയിലായിരുന്നു ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പിന്നെ ആയി ആളുകൾ നമ്മളെ കളിയാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്കതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. കാരണം നമ്മുടെ രാജ്യം ഇങ്ങനെയാണ്, നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും ഇങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ സിനിമകൾ ഇങ്ങനെയാണ്. അപ്പൊ ഇവരൊക്കെ ചിന്തിക്കണമുണ്ടല്ലോ, ഇങ്ങനെയാണ് ഇന്ത്യ. അപ്പൊ ഇത് കണ്ടിട്ട് പിന്നെ ഇവര് പറയുന്നത് ഇത്രേ ഉള്ളൂ, ആളുകൾക്ക് ഇത്രയും വിവരേ ഉള്ളൂ, ആൾക്കാർ കടന്ന് കാണിച്ചു കൂട്ടുന്ന. കണ്ടോ, നമ്മുടെ ആൾക്കാർക്ക് ഇത്രയും വിവരം ഉള്ളതെന്ന്. ഇപ്പം ഓരോ ഗ്രൂപ്പ് ഉണ്ട് ഇവർക്ക്, ഓരോ രാജ്യക്കാരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇട്ട് കൊടുക്കുന്ന ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതൊന്നും പറഞ്ഞ ഒരു മനുഷ്യനും മനസ്സിലാകത്തില്ല. നീയൊക്കെ കൂടെ വന്ന് അവൾമാരെന്ത് തോന്നിയാസം കാണിക്കട്ടെ, നിനക്കൊക്കെ വേറെ പണിയില്ലെന്ന് പറയുന്ന അവൾമാരോടും അവന്മാരോടും പറയണത് നിനക്കൊക്കെ തന്നേം തള്ളയുണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മളൊക്കെതിരെ മോശമായിട്ടുള്ള കമന്റ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ കണ്ടില്ലേ, ഓരോരുത്തന്മാർ വന്നിട്ട് ഇവളെ പോലുള്ളവളുമാർ കാണിക്കുന്ന തോന്നിയാസത്തിന്റെ രാജ്യത്ത് എല്ലാവരും കൂടെ കേട്ടോണ്ടിരിക്കുന്നത്. ആ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇപ്പോളെ സപ്പോർട്ട് ചെയ്യുന്ന അവൾമാരുണ്ടെങ്കിൽ ഞാൻ നിന്നെയൊക്കെ വെല്ലുവിളിക്കുകയാണ്. നിന്റെയൊക്കെ ഭർത്താക്കന്മാരെ കൊണ്ട് നീയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കുടുംബ സാഹചര്യം ഇരുന്ന് കാണിക്കുക. ഇപ്പോളെ സപ്പോർട്ട് ചെയ്യുന്ന അവൾമാരുണ്ടെങ്കിൽ, രേണു തുടങ്ങി സപ്പോർട്ട് എടുക്കി പ്രായപൂർത്തിയായിട്ടുള്ള ചെറു ചേച്ചിമാരുണ്ടല്ലോ, നിങ്ങളുടെ മക്കളെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഭർത്താക്കന്മാരെയും മക്കളെയും കൂടെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ തൻ്റെ ഉള്ളവന്മാരുണ്ടെങ്കിൽ വന്ന് കമന്റ് ഇട്, ഞാൻ ചെയ്യിക്കുമെന്ന്. ചെയ്യിച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ഇട്, ഞാൻ ചെയ്യിച്ചു. പറ്റുമോ നിങ്ങൾക്ക് ചുണ ഉണ്ടെങ്കിൽ? നമുക്കറിയാം ഇവര് കാണിക്കുന്നത് ഈ റീച്ചിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇവിടെ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് ഇത് കണ്ടിട്ട് ചില പെണ്ണുങ്ങൾ തുടങ്ങിയാലോ, ചില പെണ്ണുങ്ങൾ ഓക്കെ ഞങ്ങൾക്ക് ഇത് തുടങ്ങാം, ജീവിക്കാൻ ഇതേ ഉള്ളൂ മാർഗം, അങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യും? ഇത് കാണുന്ന അമ്മമാർ ഇവക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ പെൺമക്കൾ ഇതുപോലെ തുടങ്ങിയിട്ട് കാണിച്ചാൽ നിങ്ങൾ ഓക്കെയാണോ? ഇതുപോലെ വയറും ഇതൊക്കെ കാണിക്കുന്നത് ഓക്കെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞു തരും. അത് പിന്നെ എനിക്ക് നിങ്ങളെ പുറത്ത് മതിയായി. ഒരിടയ്ക്ക് മറ്റേ സ്ക്വിഡ് ഗെയിം ഇറങ്ങിയപ്പോ നമ്മുടെ ലാലേട്ടന്റെ ഡാൻസ്, ആ പാട്ട് പോയിട്ട് ഭയങ്കര മാച്ചായിട്ട് വന്നിട്ട് ഇതല്ലായിരുന്നു. അതെനിക്ക് ഒരു കൊറിയൻ എനിക്കത് കാണിച്ചു തരുവാണ് ഇത്. പക്ഷെ നമുക്കറിയാം നമുക്കത് എന്ത് ഇഷ്ടമാണ് പുള്ളിക്കാരുടെ. അവരത് കോമാളിത്തരത്തിലാക്കി കടന്ന് കളിയാക്കി ചിരിച്ചത് എന്തുവാ ഈ കാണിക്കുന്നേ എന്നുള്ള രീതിയിൽ അവര് നമുക്ക് അയച്ചു തരും. അപ്പം നമ്മുടെ ലാലേട്ടനെയൊക്കെ അതുപോലെ അത്രയും സിംഗിൾ ആയിട്ടുള്ള ഒരു ഡാൻസർ ഇവന്മാർ അതുപോലെ പറയുന്നുണ്ടെങ്കിൽ ഈ ജാതി കോലമൊക്കെ കാണുമ്പോ എന്തൊക്കെയാ അയച്ചു തരുന്നേന്നുള്ളത് മനസ്സിലായോ? ആ പെണ്ണ് അയച്ചു തന്നതാ, ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഇതിപ്പം ഇവള് കാണാൻ രാജ്യത്തിന് പോലും നാണക്കേടായി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കിപ്പം ഇത് വരുന്നത്. പിന്നെ രേണു സുധിയുടെ കേസും കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവ് ടോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് സംവിധായക ലച്ചു, എടീ നാണം കെട്ട ലച്ചു, നിനക്ക് നാണമില്ല? നീ ഒരു സംവിധായകനാണോ? അറിയാൻ മേത്തോണ്ട് ചോദിക്കുക. ഇവളെയൊക്കെ ആരെങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വിടുന്നതെന്ന് ആലോചിക്കുന്നത്. ഒരു സംവിധായക വന്നിരിക്കുന്നത്
കാര്യങ്ങളെക്കുറിച്ച് രേണുവിന് കൃത്യമായി ബോധ്യമുണ്ട്. സുധിയുടെ മരണശേഷം സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന രേണുവിനെതിരെ വിമർശനങ്ങൾ ശക്തമാവുന്നുണ്ടെങ്കിലും അവർ ഭാഗമാവുന്ന ചെറിയ പ്രോജക്റ്റുകൾ പോലും യൂട്യൂബിൽ ചുരുങ്ങിയത് ഒരു 1 മില്യൺ വ്യൂസ് നേടുന്നു. നിനക്കൊക്കെ വ്യൂ മതിയല്ലോ. ഇവിടെ രാജ്യം തന്നെ നാണം കെട്ടിയിരിക്കുന്നു. എന്നാൽ അവരുടെ ജനപ്രീതിയുടെ തെളിവാണ് ലച്ചു ചൂണ്ടിക്കാട്ടിയത്, കോപ്പ് കൂട്ടി കാണിച്ചത്. എന്ത് എടി ലച്ചു, നീ തന്നെയല്ലേ പറഞ്ഞത് ആ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന കുട്ടനാടൻ കായലിലെ അവർ സ്വയമായിട്ടെടുത്ത റീലും കാര്യങ്ങളും ആണേ നിങ്ങളവിടെ പാക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം. ഇതിന് രേണുസുതി മറുപടി പറയണം, നീയല്ല മറുപടി പറയണ്ടേ. ഒരു ലച്ചു വന്നിരിക്കുന്നത് നീയൊക്കെ കൂടെ കാണിച്ചതിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഇവിടെ ഈ 2024 അവസാനിച്ച ആൽബങ്ങളൊക്കെ ഇപ്പൊ കുത്തിപ്പൊക്കിയിട്ട് എന്തോ കാണിക്കാന്. പ്രേക്ഷകരായ നിങ്ങൾ ഇതിന് മറുപടി പറ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക ഗൈസ്. ബൈ, ലവ് യു. അത്രേ ഉള്ളൂ. ഞാൻ എന്തോ പറയാനാ, ഈ നാണം കെട്ട നാരികൾ കണ്ടിപ്പം സ്വന്തം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല രാജ്യത്തിൽ ഇത്രയും നാണക്കേടായിരുന്നു.